അഭിനയത്തിന് അഭിനയമുണ്ട്, പിന്നെ നൃത്തത്തിന് നൃത്തമുണ്ട്, ചലനത്തിന് ചലനമുണ്ട്. ഇപ്പോൾ പറഞ്ഞല്ലോ ഈ ശരീരം അവിടേക്കും ഇവിടേക്കും അങ്ങനെ അതൊക്കെ വരണത് കഥകളിയിൽ ഉള്ള മാതിരി ഒന്നിലും ഒന്നും ഇല്ല. അതിപ്പോൾ വിദേശികൾ നിർബന്ധമായിട്ടും ഇങ്ങനെ തർപ്പിച്ച് പറയണമെന്നുണ്ട്. കഥകളിയെ പോലൊരു കല ഇന്നില്ല എന്നുള്ളത്. കഥകളിയുടെ ആംഗികാഭിനയത്തിൽ മുദ്രകളുടെ കാലത്തിൽ അങ്ങ് ഉപയോഗിക്കുന്നതിൽ വളരെ വ്യത്യാസങ്ങളുണ്ട്. പുതിയൊരു ശൈലി തന്നെ അങ്ങ് കിട്ടുന്നു. അത് ഞാൻ സ്വതവേ വർത്തമാന ഭാഷ ഉണ്ടല്ലോ, ആ വർത്തമാന ഭാഷയാണ് ഞാൻ ശരിക്കും എൻ്റെ മുദ്രകളിൽ കൂടെ ചെയ്യണത്. അതായത് സാവധാനം സംസാരിക്കേണ്ട സന്ദർഭങ്ങളിൽ അങ്ങനെ സംസാരിക്കുക, ധൃതി പിടിച്ച് സംസാരിക്കേണ്ട സമയത്ത് അങ്ങനെ സംസാരിക്കുക. ആ ധൃതി പിടിച്ചിട്ട് സംസാരിക്കേണ്ട സമയമൊക്കെയാണ് അപ്പോൾ ഈ സംസാരിക്കണ പോലെ അതിൻ്റെ സന്ദർഭ എന്താ വെച്ചാൽ നാടകത്തിൽ വേർപാട് സമയത്ത് ശരിക്കും നമ്മൾ സംസാരിച്ചാൽ മനസ്സിലായിട്ട് വിചാരിക്കുകയാണ് അത് ഇവിടെ വിട്ടുപോണത് എങ്ങനെയാണ്, അങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നതും വരണതും ഒക്കെ ഒപ്പം ആവണം. അപ്പോൾ എന്തുകൊണ്ട് എനിക്ക് വേഗം മുദ്രകൾ കയ്യുമ്പിൽ വരും വരുത്തണം. ഒരു വേർപാടാണ്. അതിന് സാവധാനത്തിൽ കൊണ്ടുപോയിട്ട് എങ്ങനെ വേർപേടിച്ച് എങ്ങനെ പിരിയും, അങ്ങനെയൊന്നും മെല്ലെ കൊണ്ടുപോയി അതിൻ്റെ ഫലം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എന്തുണ്ട് വെച്ചാൽ വർത്തമാന ഭാഷ, അതായത് നമ്മൾ സാധാരണ ഈ വർത്തമാനം പറയുന്ന ഭാഷ അത് തന്നെയാണ് നമ്മളുടെ കയ്യിലും വരുത്താൻ ഞാൻ ശ്രമിക്കുന്നത്. അതാണ് ഒരു വ്യത്യാസം രണ്ടും കൂട്ടുള്ളത് എന്നർത്ഥം. എന്നാൽ അങ്ങനെ എല്ലാത്തിലും പറ്റില്ല. കോട്ടയം കഥകളൊക്കെ പറഞ്ഞില്ലേ, അത് വരാൻ പറ്റില്ല. അതുപോലെ ചില നിലകൾ കൊണ്ട് ഭാവം നിർണ്ണയിക്കുന്നുണ്ട്. ചില നിലകൾ കൊണ്ട് ആ നിലകൾ അതൊക്കെ വരണോ അപ്പോൾ എന്ന് മാത്രമേ പറയാൻ പറ്റൂ. മുൻകൂട്ടി തീരുമാനിച്ച് വരുത്തുന്നതല്ല. അല്ല അത് അപ്പോൾ വരണു തന്നെയുള്ളൂ. കുറച്ച് മാറ്റം ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. കൃഷ്ണനാരായണനാണ് ശരിക്കും മാറ്റം വരുത്തിയിട്ടുള്ളത്. അതെ, ഞാൻ കുറച്ചേ മാറ്റം വരുത്തിയിട്ടുള്ളൂ. ശരിക്കും മാറ്റം വരുത്തിയിട്ടുള്ളത് കൃഷ്ണനാരായണനാണ്. അതെ കുഞ്ചാശാൻ പറഞ്ഞിട്ടാണ് അത്. ഈ കൂടുതലും എനിക്കുന്നതാണ് ഉണ്ടായിട്ടുള്ളത്. രാമൻകുട്ടിയാശാന്റെ ശിഷ്യനായിട്ടും താടി വേഷങ്ങളിൽ ഹനുമാൻ പോലെയുള്ള വേഷങ്ങളിലൊന്നും ആശാനെ അധികം കണ്ടിട്ടില്ല. ആൾക്കാർക്ക് വേണ്ട, പിന്നെ ഞാൻ എന്താ ചെയ്യുക. കെട്ടിയിട്ടുണ്ട് പക്ഷേ ആൾക്കാർക്ക് എന്തായാലും പച്ചയെ വേണ്ടു. ആശാൻ രംഗത്ത് വരുമ്പോൾ കൃഷ്ണനാരായണൻ ഉജ്ജ്വലമായി പച്ചയിൽ ഒരു യാതൊരു എതിരാളിയും ഇല്ലാതെ നിൽക്കുന്ന കാലത്താണ് വരുന്നത്. എന്നിട്ട് അന്ന് പച്ചയ്ക്കകത്ത് തന്നെ നിന്നു. എന്നിട്ട് അപ്പുറത്ത് രാമൻകുട്ടിയാശാൻ രണ്ട് മഹാ ഹിമപർവ്വങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുകയാണ്. അതിനിടയിലൂടെ അന്ന് സ്വന്തം ശൈലി വെട്ടിയെടുത്തു. അതെങ്ങനെയാണ് സംഭവിച്ചത്? അത് ദൈവാധീനം ഗുരുത്വം എന്ന് മാത്രമേ പറയാൻ പറ്റൂ. അല്ലാണ്ട് ഇപ്പോൾ എൻ്റെ മനസ്സിൽ ചില കഴിവുണ്ടാകും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതായത് പഠിപ്പിക്കുമ്പോൾ ശിക്ഷ രാമൻകുട്ടി നാരായണാചാര്യനും പത്മനാരായണൻ എനിക്ക് രാവണി നാരായണനാണ് ആദ്യം പഠിപ്പിച്ചത്. ശിക്ഷ നല്ലോണം കിട്ടിയിട്ടു. ആ ശിക്ഷയൊക്കെ കിട്ടിയിട്ടും ഇതിൽ തന്നെ ഉറച്ചു നിന്നുമല്ലോ, അതന്നെ ഇതിലേക്ക് കൊള്ളിക്കാൻ പറയാനുള്ളൂ. അതായത് അവരും ഇവരുമൊക്കെ അങ്ങേപ്പുറത്ത് ഗംഭീരന്മാരായിട്ട് നിൽക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനും നിൽക്കണം എന്നുള്ളൊരു വാശിയുണ്ടല്ലോ. ആ വാശി നാശത്തിനുള്ള വാശി അല്ലാതെ തീർച്ചയായി. അതായത് ആ വാശി കാരണം കൊണ്ട് നമ്മളുടെ പ്രവൃത്തിയും നേരെയാവണു എന്ന് മാത്രമേ തന്നെ വിചാരിക്കാനുള്ളൂ. അതായത് അതിനെക്കാട്ടൊക്കെ കൂടുതൽ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ദൈവാധീനം ഗുരുത്വവും എന്ന് മാത്രമേ തന്നെ പറയാനുള്ളൂ. അതായത് അത് കാരണം കൊണ്ട് നിലനിന്ന് പോകാൻ പറ്റിയെന്ന് മാത്രം. കൂടിയാട്ടത്തിൽ നിന്ന് എന്തെങ്കിലും ആട്ടങ്ങൾ സ്വീകരിച്ചു? ഇല്ല. ഇല്ല അങ്ങനെ കാണാറില്ല. കണ്ടിട്ടുണ്ട്, വിദേശത്തൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട്. അതല്ലോ നമ്മുടെ അവിടെയും കലാമണ്ഡലത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഒഡീസിയും കഥക്കും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കണ്ടിട്ടുണ്ട്. അതെ,
കഥകളിക്കാരക്കുന്ന അങ്ങോട്ട് അല്ലാണ്ട് ഇങ്ങോട്ടില്ല. കഥകളിക്കാരനേക്കുന്ന അങ്ങോട്ട് സ്വീകരിക്കാനുള്ള ഇത് ഇപ്പോൾ ഈ ഒഡീസക്കാരയിലും ഉണ്ട്, അവർക്കും ആഗ്രഹമുണ്ട്. അവർക്കൊക്കെയും പറയുന്നത് വെച്ചാൽ കഥകളിയെ പോലൊരു കല ഇല്ല എന്നാണ്. കാര്യം വാസ്തവമാണ്. ഇപ്പോൾ സിനിമ എന്നാണ് പറയുന്നത്, ഈ ഭരതനാട്യം, മോഹിനിയാട്ടം, ഒഡീസി, കഥക്ക് ഇതിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ കഥക്കിൽ പ്രധാനമായിട്ടുള്ളത് നൃത്തത്തിൻ്റെ കാലിബലാണ്. അവർ ഒഡീസി ചലനത്തിലാണ്. മനസ്സിലായില്ലേ? പിന്നെ അല്ല ഇപ്പോൾ എങ്ങനെയായാലും അങ്ങനത്തെ ചില കഥകളിയിൽ അതെല്ലാം ഉണ്ടല്ലോ, എല്ലാം ഉണ്ട്. അതായത് അഭിനയത്തിന് അഭിനയമുണ്ട്, പിന്നെ നൃത്തത്തിന് നൃത്തമുണ്ട്, ചലനത്തിന് ചലനമുണ്ട്. ഇപ്പോൾ പറഞ്ഞല്ലോ ഈ ശരീരം അവിടേക്കും ഇവിടേക്കും അങ്ങനെ അതൊക്കെ വരണത് കഥകളിയിൽ ഉള്ള മാതിരി ഒന്നിലും ഒന്നും ഇല്ല. അതിപ്പോൾ വിദേശികൾ നിർബന്ധമായിട്ടും ഇങ്ങനെ തർപ്പിച്ച് പറയണമെന്നുണ്ട്. കഥകളിയെ പോലൊരു കല ഇന്നില്ല എന്നുള്ളത്.